ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു സൺഡേ വ്ളോഗാട്ടോ, ചെറിയ വ്ളോഗാണ്. അങ്ങനെ രാവിലത്തെ പണിയെല്ലാം നിർത്തി ഞാൻ ബസ് സ്റ്റോപ്പിലെത്തി. ഞാൻ അമ്മേൻ്റെ അടുത്ത് പോവാട്ടാ. കഴിഞ്ഞ ആഴ്ച പോകാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ബസ് സ്റ്റോപ്പിൽ എത്തുമ്പോഴത്തേക്ക് 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മളെ ബസ് വന്ന് വടക്കം ബസ്സാണ് കേട്ടോ, അതായത് പയ്യന്നൂർ കോഴിച്ചാൽ റൂട്ടിലോടുന്ന ബസ്സാണ്. അപ്പം നമ്മളിപ്പോൾ ചെറുപുഴ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. മഴയൊന്നുമില്ല, അവിടെ നിർത്തിയിട്ടാണ് ഉള്ളത് ബസ്. പിന്നെ എല്ലാം കൂടി അടച്ചിട്ട് എനിക്ക് എന്തോ പോലെ ഒരു ശ്വാസം മുട്ടുന്ന പോലെയൊക്കെ ഉണ്ടായിരുന്നു. പൊതുവേ ബസ്സിൽ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു, നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. അപ്പം എല്ലാ സീറ്റും ഫുള്ളാണ്. എന്താ പറയുക, ഞാൻ വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് തന്നെ ചിരി വന്ന് നിൽക്കാൻ കഴിയില്ല. കാരണം എന്താണിത്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ സീറ്റെല്ലാം ഒഴിഞ്ഞ് ആദ്യമായിട്ടാണ് ഞാൻ കാണണേ. അല്ലെങ്കിൽ ഇപ്പോൾ എപ്പോഴും പേരിനെങ്കിൽ 1-2 ആൾക്കാരുണ്ടാവില്ല. ഇതെന്താണിത്. അങ്ങനെ മാത്തിലെത്തി. പിന്നെ നടക്കാൻ മടിയുള്ളതുകൊണ്ട് തന്നെ ആ ഭാഗത്തേക്ക് ബസ് കുറവാട്ടാ, അങ്ങനെ ബസ് ഉണ്ടാവില്ല. ഞായറാഴ്ചയായ പൊതുവേ ഉണ്ടോ തന്നെ എനിക്കറിയില്ല. ബസ്സിന് പോലും കുറവാണ് വീട്ടിലേക്ക്. അങ്ങനെ നമ്മൾ ഓട്ടോയിൽ കയറി. ഓട്ടോ നല്ല ജെറ്റ് സ്പീഡിലാട്ടാ പോകുന്നത്. ചേട്ടൻ ഒന്നും നോക്കാനില്ല, ഭയങ്കര സ്പീഡാണ്. നമ്മളെ നാട് നോക്കി നല്ല രസമില്ലേ കാണാൻ, നല്ല പച്ചപ്പും എന്താ പറയുക, അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പൊതുവേ ഞാൻ ഈ ചില ദിവസങ്ങൾ വിചാരിക്കുക ഇങ്ങനെ പോകുമ്പോഴൊക്കെ നമ്മളൊരു വ്ളോഗ് ഇതുപോലൊക്കെ ചിലവരെടുക്കുന്നത് കാണുമ്പോൾ ഭയങ്കര കൊതിയാട്ടോ എടുക്കാൻ വേണ്ടി. പക്ഷേ എനിക്ക് ഭയങ്കര മടിയാണ്. ഈ ഫോൺ ആൾക്കാരൊക്കെ നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടി ഭയങ്കര മടിയായിരുന്നു. പക്ഷേ അങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആരും നടക്കില്ലല്ലോ. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. ഓട്ടോ ചേട്ടനെ പൈസയെല്ലാം കൊടുത്ത് ബാക്കി മേടിച്ചു. എന്നിട്ട് മെല്ലെ വീട്ടിലേക്ക് നടന്നു. ഒച്ച അനക്കങ്ങളൊന്നുമില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ അമ്മേനെ വിളിച്ചിട്ട് രാവിലെ ഫോൺ എടുത്തിട്ടേ ഉണ്ടായിരുന്നില്ല. മിക്കവാറും പോയിട്ടുണ്ടാവും. പിന്നെ അച്ഛന് പനിയാന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ വീട്ടിൽ കിടക്കുന്നുണ്ടാവും. അപ്പോൾ അതാ പുറത്തുനിന്ന് വാതിലൊക്കെ അടച്ചിട്ടില്ല, അങ്ങനെ ചാരി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ ആരുണ്ടാവില്ല എന്ന്. പക്ഷെ മെല്ലെ തുറന്ന് കയറി. വിളിക്കാൻ തോന്നിയിട്ടില്ല, എന്തായാലും പൂട്ടിയിട്ടില്ല. നോക്കുമ്പോഴത്തേക്കും അച്ഛൻ കിടന്നിട്ട് എൻ്റെ ഒച്ചയോടെ എഴുന്നേറ്റ് വന്നു. പനിയാണ്, അമ്മ ഇടിയില്ല, വല്യമ്മേൻ്റെ അടുത്ത് പോയി എന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് വിശന്നു. അച്ഛൻ പറഞ്ഞ അവിടെ ചോറും കറിയെല്ലാം ഉണ്ട്. പറഞ്ഞുകൊണ്ടിരിക്കും, പിന്നെ വായ പൂട്ടാണ്ടരോ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവേ. അങ്ങനെ ഞാൻ പിന്നെ സൈകിട്ട് കുറച്ച് ചോറ് പറയാം. പിന്നത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചോറിന് ഭയങ്കര ടേസ്റ്റ് ആട്ടോ. അത് എന്തുകൊണ്ടെന്ന് അറിയാം, എപ്പോഴും നമ്മൾ തന്നെ വെച്ച് നമ്മൾ തന്നെ കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സുഖമല്ല. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അമ്മക്ക് ഉണ്ടാക്കണം വല്ലപ്പോഴൊക്കെ അല്ലേ കിട്ടുള്ളൂ. അപ്പം നല്ല റേഷൻ അരി ചോറ്, അത് അധികമൊന്നും വന്നിട്ടുണ്ടാവില്ല. ഇങ്ങനെ എന്താ പറയുക, നെയ്ച്ചോറിൻ്റെ ആ ഒരു പരിവ് ഉണ്ടാവും. ഇങ്ങനെ കയ്യിൽ നിന്ന് ഉതിർന്ന് വീഴുന്ന പോലത്തെ ചോറും നല്ല എന്താ പറയുക പാവയ്ക്ക ഉപ്പേരിയും. നമ്മളിവിടെ കൈപ്പക്കാന്ന് പറയും കേട്ടോ, ചിലയിടത്ത് പാവയ്ക്ക എന്നൊക്കെ പറയും, നമുക്കറിയില്ല. കൈപ്പക്ക ഉപ്പേരി, പിന്നെ നല്ല പരിപ്പ് കറി, പരിപ്പും തക്കാളിയൊക്കെ ഇട്ട് ഒഴിച്ച് കറി. എന്താ ടേസ്റ്റ് എന്ന് പറയും ഇതിൻ്റെ കൂടെ. ഈ 3 സാധനങ്ങളും ഭയങ്കര ഒന്നിച്ച് കഴിക്കണം, ഭയങ്കര സ്വർഗം ഒന്നും പറയാനില്ല. ഇത് പലപ്പോഴും അമ്മ പണ്ടൊക്കെ നമ്മളുള്ള സമയത്ത് എപ്പോഴും അധികം നമ്മളെ വീട്ടിൽ പരിപ്പ് കറി തന്നെ ആയിരിക്കും കേട്ടോ. പക്ഷെ ഞാനിപ്പോൾ വേറെ നമ്മൾ താമസിക്കുന്നതുകൊണ്ട് പരിപ്പറയൊക്കെ അപൂർവം വെക്കുന്നത്. പുളിശ്ശേരി, സാമ്പാർ ഇത് തന്നെയായിരിക്കും. അങ്ങനെ ഞാനെന്താ കുറച്ച് നേരം ക്യാമറ ഓണാക്കി. എന്തായാലും ഇത് പറയുന്നതിൻ്റെ കൂട്ടത്തിൽ അതും കൂടി കാണിക്കാലോ വെച്ചിട്ടുണ്ട്. ക്യാമറ ഓഫായ ശേഷമാണ് മനസമാധാനത്തിലൊന്ന് കഴിച്ചത്. നമ്മളിങ്ങനെ ക്യാമറ ഇങ്ങനെ ലൈറ്റൊക്കെ അടിച്ചത് കഴിക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു സമാധാനത്തിൽ കഴിക്കാൻ പറ്റില്ല. അത് കഴിഞ്ഞ് ആ ഒരു ഉണക്ക് വറുത്തതും പരിപ്പും ആ കൈപ്പക്കെല്ലാം കുടിച്ച് എൻ്റെ മോനെ പറയാനില്ല. പിന്നെ അച്ഛൻ പറഞ്ഞു നല്ല അച്ചാറുണ്ട്, കടുമാങ്ങ അച്ചാറുണ്ട്, അത് എടുക്കാൻ പോകാനുള്ള മടി കൊണ്ട് എടുത്തില്ല. അച്ഛൻ എടുത്ത് വരുമായിരുന്നെങ്കിൽ കഴിക്കാമായിരുന്നു. പക്ഷെ പറഞ്ഞിട്ട് അച്ഛൻ പോയി. പക്ഷെ എനിക്കത് മതി, അത് തന്നെ അധികമാണ്. കുഞ്ഞ് പ്ലേറ്റ് ആട്ടോ എടുത്ത്. ഞാൻ ചോറ് അധികം കഴിച്ചിട്ടില്ല. ഡയറ്റിംഗ് ഒന്നുമല്ല, ഇത് കഴിഞ്ഞിട്ട് ആദ്യം എടുക്കാമല്ലോ. അത് കഴിയുമ്പോഴത്തേക്ക് അമ്മ വന്നു. പിന്നെ ഏകദേശം ഒരു 3:30 ആയിട്ടാണ്. ഈ സമയത്താണ് ചായ വെച്ച് തന്നു. പിന്നെ ചായയിലൊക്കെ കുടിച്ച് പിന്നെ നമുക്ക് സമയമായി തിരിച്ച് വീട്ടിലേക്ക് വരേണ്ടതല്ലേ. കുറച്ച് ചായ, എനിക്ക് നല്ല എന്താ പറയുക ലൈറ്റ് ചായ, ഞാൻ പറഞ്ഞിട്ടില്ലേ മുമ്പ് വീഡിയോയിൽ ലൈറ്റ് ചായ എനിക്കിഷ്ടം. അപ്പം നല്ല മധുരവും വേണം. ഷുഗർ കുറക്കണം എന്നൊക്കെ ആൾക്കാർ പറയുമെങ്കിലും മധുരം ഇല്ലാണ്ട് ഒരു ഗ്ലാസ് ചായ പോലും ഇറങ്ങത്തില്ല. അങ്ങനെ അതും കുടിച്ച് ഞങ്ങളെ പാടത്തേക്കൂടെ തിരിച്ച് വരുമ്പോൾ അമ്മ പറഞ്ഞു കണ്ടത്തിൽ വെള്ളമൊന്നും ഉണ്ടാവില്ല, നീ നടന്നിട്ട് പോയിക്കോ, ഓട്ടോ ആക്കണ്ട. പിന്നെ നമ്മൾ 60 രൂപ നഷ്ടമല്ലേ. അങ്ങനെ പച്ചപ്പാടെല്ലാം കണ്ടതാ ഇങ്ങനെ നടന്ന് തിരിച്ച് വരാനായി. ഇത്രയൊക്കെയല്ലേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, പുതിയതാരം കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.